ഒരുപാട് തെറ്റിദ്ധാരണകൾ ആളുകൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു പദ്ധതിയാണ് ഈ അഗ്നിവീർ അഗ്നിപഥ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇത് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒരു കടുകിട പാളിപ്പോയാൽ കൊടൂര ദുരന്തത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് ആളുകൾക്കിടയിൽ ആശങ്ക ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം, ചില രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിൽ മിലിറ്ററി ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകൾ പ്രൈവറ്റ് ആർമികൾ രൂപീകരിക്കുകയും അത് അധോലോക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ പരിശീലനം കിട്ടി 4 വർഷത്തെ തീവ്ര സൈനിക പരിശീലനം കിട്ടി വരുന്ന ചോരത്തിളപ്പുള്ള യുവാക്കൾ അത്തരത്തിൽ വഴിതെറ്റി പോകുമോ എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ആശങ്ക. അതേസമയം ഇസ്രായേലിനെ പോലെ നിർബന്ധിത സൈനിക സേവനം നിലനിൽക്കുന്ന പല രാജ്യങ്ങളിലും ഇതിന്റെ വേറെ പതിപ്പുകൾ വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയ ചരിത്രവും നമ്മളുടെ മുന്നിലുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഗതി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇതിനെക്കുറിച്ച് അധികം ആർക്കും അറിയില്ല. അഗ്നിവീർ അല്ലെങ്കിൽ ഈ അഗ്നിപത്ത് എന്ന് പറയുന്ന പദ്ധതി നമ്മളുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കാനുള്ള ഒരു ഒറ്റമൂലിയാണ്, പനീഷ്യ എന്ന് തന്നെ പറയാം. കാരണം ഒരു രാജ്യത്തിനെ തകർക്കാൻ ആദ്യമായിട്ട് വേണ്ടത് അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെയും വിദ്യാഭ്യാസ സംവിധാനത്തിനെയും തകർത്ത് കളയുക എന്നത് ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇന്ത്യ ആക്രമിച്ച പല വിദേശികളും ആദ്യം ചെയ്തത് ഇവിടുത്തെ നളന്ദ, തക്ഷശില, വിക്രമശില തുടങ്ങിയ യൂണിവേഴ്സിറ്റികൾ നശിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലെയും സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതിനെക്കാട്ടിലും അവരുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ തകർത്ത് കഴിഞ്ഞാൽ ആ രാജ്യം പൂർണ്ണമായിട്ടും മറ്റുള്ളവർക്ക് അടിമപ്പെട്ടു പോകും എന്നുള്ളതാണ് സത്യം. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ ഗതി നമ്മൾ ഭയങ്കര എലൈറ്റ് ആണ്, ലിറ്ററേറ്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ദരിദ്രനാരായണന്മാരുടെയും നിരക്ഷരുടെയും ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഒരു പരിധിയിൽ കൂടുതലുള്ള ആളുകൾക്ക് മാത്രമേ വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ളൂ. ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന പല ആളുകൾക്കും വിദ്യാഭ്യാസം പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. ഈ അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലായ്മ എന്ന പ്രശ്നത്തിനെ കൂടി പരിഹരിക്കാനാണ് ഈ അഗ്നിവീർ അല്ലെങ്കിൽ അഗ്നിപഥ് എന്ന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പറയുന്നത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ നമ്മളുടെ ഇന്ത്യയിൽ നടക്കുന്ന ഓപ്പൺ റിക്രൂട്ട്മെന്റ് റാലികളിൽ സെലക്റ്റഡ് ആവുന്ന ജനങ്ങളിൽ കൂടുതലും ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ഈ ഗ്രാമപ്രദേശങ്ങളുടെ എഡ്യൂക്കേഷണൽ ലെവൽ അല്ലെങ്കിൽ ലിറ്ററസി ലെവൽ എന്ന് പറയുന്നത് നഗരപ്രദേശങ്ങളെക്കാട്ടിൽ കുറഞ്ഞു നിൽക്കുകയാണ്. ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ പ്രത്യേകിച്ചും ലിറ്ററസി റേറ്റിൽ, നാഷണൽ ലിറ്ററസി റേറ്റിനെക്കാട്ടിൽ കുറവായി നിൽക്കുന്ന ഏകദേശം 7ഓളം സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഭൂരിഭാഗവും ഓപ്പൺ റിക്രൂട്ട്മെന്റിൽ വരുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് തന്നെയാണ്. കാരണം ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അത്യാവശ്യം നല്ല ഫുഡ് കഴിച്ച് ശാരീരികമായിട്ട് അധ്വാനിച്ച് യുദ്ധം ചെയ്യാനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഫിസിക്കൽ ഓപ്പൺ റിക്രൂട്ട്മെന്റ് റാലികളിൽ അവർ കയറി വരുന്നതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമല്ല. ഇത്തരത്തിൽ ഈ വളരെ ദരിദ്രമായിട്ടുള്ള ചുറ്റുപാടുകളിൽ നിന്നുമായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ കയറി വരുന്നത്. ഇങ്ങനെ ഈ ആർമി മെൻസായി വരുന്ന ആളുകളോട് ചേർന്നിട്ടുള്ള ആളുകളുടെ വിദ്യാഭ്യാസ ലെവൽ പുരോഗതി പ്രാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ പല ആളുകളും ആർമിയെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഗവൺമെന്റ് ജോബ് എന്നത് മാത്രമാണ്. ആർമിമൻ ആയിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും, അവരുടെ ലൈഫ് സെക്യൂറായി, അങ്ങനെ വെറും ഒരു പ്രൊഫഷൻ എന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഇതിനെ കാണാത്ത ഒരു സമൂഹം ഇന്ത്യയിലുണ്ട് എന്നാണ് ഒരു വൈപ്പ്. പക്ഷേ ഇന്ത്യൻ ആർമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്കിടയിൽ ദേശീയബോധം വളരും. പിന്നെ ഈ അഗ്നിപഥ് അല്ലെങ്കിൽ അഗ്നിവീർ സ്കീമിലേക്ക് എടുക്കപ്പെടുന്ന ആളുകൾ ഭയങ്കര പൊട്ടൻഷ്യൽ ഏജിൽ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ വഴിതെറ്റി പോവാതെ ഒരു പ്രോപ്പർ ഗൈഡൻഷിപ്പ് ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ അഗ്നിവീർ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണം. ഈ ഒരു 4 വർഷത്തെ സേവനം കഴിഞ്ഞ് അവരുടെ വിടവാങ്ങൽ സമയത്തേക്ക് എത്തുമ്പോൾ ലബ്സം ഗ്രാൻറ്റും പിന്നെ മറ്റ് ക്യാഷ് അലവൻസും എല്ലാം കൂടെ കൂട്ടി ഏകദേശം 11 ലക്ഷത്തിനും 18 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ഒരു തുക കുറഞ്ഞത് അവരുടെ കൈകളിലേക്ക് കിട്ടും. ഈ പൈസ കൊണ്ട് അവർക്ക് നാട്ടിലേക്ക് വന്ന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റും. ഇതെന്തിനാണ് ഞാൻ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ പോയിന്റ് ഉണ്ടല്ലോ, ഉത്തർപ്രദേശിലെ നമ്മുടെ ഖമർ എന്ന് പറയുന്ന ഒരു ഗ്രാമം മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ചെറിയ കാലഘട്ടത്തിനുള്ളിൽ 15,000-ഓളം സോൾജിയേഴ്സിനെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു. ഈ 15,000-ഓളം സോൾജിയേഴ്സ് വന്നതുകൊണ്ട് അതുമായിട്ട് ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ ലിറ്ററസി റേറ്റ് ഉയർന്നു വന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ലിറ്ററസി റേറ്റ് 73%. പക്ഷേ ഈ ഖമർ ഗ്രാമം പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് ആ ഒരു ഏരിയയുടെ ലിറ്ററസി റേറ്റ് ഏകദേശം 76% അടുത്തേക്ക് വരുന്നുണ്ട്. അതായത് സ്റ്റേറ്റ് ലിറ്ററസി റേറ്റിനെക്കാട്ടിൽ മുകളിലേക്ക് അവിടുത്തെ ലിറ്ററസി റേറ്റ് വരുന്നുണ്ട്. സംഗതി വളരെ സിമ്പിളാണ്. ഒരു പ്രദേശത്ത് നിന്നും സോൾജിയേഴ്സ് വരുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നു, അവരുടെ ജീവിത നിലവാരം ഉയരുന്നു. ഈ ഒരു സംഗതി ഒരുപാട് ആളുകൾക്ക്
നമ്മുടെ ഈ പ്രൈം ഏജിലാണ് അഗ്നിവീർ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. ഈ പ്രായത്തിലെത്തുന്ന ആളുകൾക്ക് നമ്മുടെ ദേശീയ ബോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ട്രെയിനിങ് കിട്ടുന്നുണ്ട്, അവർക്ക് മിലിറ്ററി ട്രെയിനിങ് കിട്ടുന്നുണ്ട്, അവർക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടുന്നുണ്ട്. അവർ ഒരു പ്രായം എത്തുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ കുറഞ്ഞതല്ലാത്ത ഒരു തുക അവരുടെ കയ്യിലേക്ക് കിട്ടുന്നുണ്ട്. ഇത്തരത്തിൽ ഇക്കണോമിക് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പം കുറച്ച് ആളുകൾക്ക് മാത്രം പെൻഷനും കാര്യങ്ങളും ഗ്രാൻറ്റും കിട്ടി അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ കുറെ ആളുകളിലേക്ക് രാജ്യത്തിന്റെ സമ്പത്ത് വിതരണം ചെയ്യപ്പെടുമ്പോൾ ഈ ആളുകളെ ഏത് സമയത്തും സൈനിക സന്നദ്ധ സേവനത്തിന് വരാൻ ഒരു പക്ഷേ നമ്മളുടെ മിലിറ്ററി ട്രെയിനിങ് കൊണ്ട് അവരെ സന്നദ്ധരാക്കാൻ കഴിയുന്നുണ്ട്. മിലിറ്ററി ട്രെയിനിങ് കിട്ടിയ ഒരു ജനവിഭാഗം അവിടെ വളർന്നു വരുന്നുണ്ട്. ഇതുവഴി അവരുടെ മൂല്യബോധം വർദ്ധിക്കുന്നുണ്ട്. അതുകൂടാതെ ഇക്കണോമിക് റീഡിസ്ട്രിബ്യൂഷൻ, സമ്പത്തിന്റെ പുനർവിതരണം ഈ ജനങ്ങളിലൂടെ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നുണ്ട്. അതായത് ഓരോ തവണയും അഗ്നിവീർമാർ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഓരോ 4 വർഷം കഴിയുമ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന തുക അവരുടെ നാട്ടിലേക്ക് പോയി മറ്റ് ഇൻഡസ്ട്രികളും ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പം അവർക്ക് കൂടുതൽ ആളുകളെ ജോലിക്ക് വെക്കേണ്ടി വരും. അങ്ങനെ ഈ ലിറ്ററസി പ്രോഗ്രാം കുറെ പതിയെ ഒരു ലോങ് റണ്ണിൽ ആളുകൾക്കിടയിലേക്ക് എത്തി കുറെ ആളുകളെ വോട്ട് ബാങ്കായി വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പരിപാടി മാറുകയും ആളുകൾക്ക് പ്രോപ്പർ വിദ്യാഭ്യാസം കിട്ടുകയും അവരൊരു പ്രൊഡക്റ്റീവ് കമ്മ്യൂണിറ്റിയായി വളർന്നു വരികയും ചെയ്യും. യഥാർത്ഥത്തിൽ അഗ്നിവീർ എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിന്റെ പിന്നിലെ യഥാർത്ഥ പർപ്പസ് ഇതാണ്. ഇക്കണോമിക് സോഷ്യൽ ഡെവലപ്മെന്റ് കൂടി, അതായത് സാമൂഹിക നീതി ഉറപ്പുവരുത്തുക, സമ്പത്തിന്റെ പുനർവിതരണം എല്ലാവരിലേക്കും എത്തിക്കുക, അതുവഴി വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പം സോൾജിയേഴ്സ് വരുന്ന ഏരിയകളിൽ വിദ്യാഭ്യാസം ലെവൽ കൂടുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇതുകൂടെ കുറെ ആളുകൾക്കിടയിൽ വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രൊഡക്ടിവിറ്റി മറ്റ് അലീഡ് ആക്ടിവിറ്റീസിലും വരുന്നുണ്ട്. പിന്നെ ലഹരിക്കൊക്കെ ഈ ഒരു പ്രായത്തിൽ അടിമകളായി പോകുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. കൂടുതൽ ആളുകൾക്ക് പോലും മിലിറ്ററി ഡിസിപ്ലിൻ്റെ ലൈഫ് കിട്ടിക്കഴിഞ്ഞാൽ ആളുകളുടെ ലെവൽ ഓഫ് ലൈഫ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. അതായത് ലിറ്ററസി റേറ്റ് സ്വാഭാവികമായിട്ട് ഇൻക്രീസ് ചെയ്യും, വിദ്യാഭ്യാസം കൂടും, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരും, ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, മൊത്തത്തിൽ രാജ്യത്തിൻ്റെ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇതൊരു ലോങ് റണ്ണിൽ നടക്കാൻ പോകുന്ന പ്രക്രിയയാണ്. പക്ഷേ ഇവരെ അഗ്നിവീർമാരെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടായതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ വിജയിച്ച രാജ്യങ്ങളിലെ മാതൃക ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടും അഗ്നിവീർ മികച്ച ഒരു സംഗതി തന്നെയാണ്. നമ്മളുടെ രാജ്യത്തിൻ്റെ അമിതമായിട്ടുള്ള പെൻഷൻ ഉൾപ്പെടെയുള്ള ഭാരങ്ങളിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും. പെൻഷൻ കൊടുക്കണം, ഇപ്പോഴുള്ള ആർമി മെൻസിന് പെൻഷൻ കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വർഷങ്ങളോളം ഡ്യൂട്ടി ചെയ്തവരാണ്. പക്ഷേ ഈ അഗ്നിവീരിൽ തന്നെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് സ്ഥിര നിയമനവും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആർമിക്ക് വേണ്ടി കുറേ അധികം കാലം ചിലവഴിക്കുന്ന ആളുകൾക്ക് പെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തേ തീരുകയുള്ളൂ. പക്ഷേ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ആളുകൾ ആർമി ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ഒരു നാട്ടിലൊരു ബിസിനസ് തുടങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ലെവലിലേക്ക് എത്തി അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ ആളുകൾ വളരെ മുന്നോട്ട് പോകുന്നുണ്ട്. അഗ്നിവീർ എന്ന് പറയുന്ന പരിപാടിയുടെ ഒരു സമ്പൂർണ്ണ അൾട്ടിമേറ്റ് എയിം ആണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഇവിടെ അഗ്നിവീറിനെതിരെ ഒരു പൊളിറ്റിക്കൽ ഗെയിം നടക്കുന്നത് കൊണ്ട് ഈ ഒരു സംഗതി പിൻവലിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തുമോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ആക്ച്വലി അഗ്നിവീർ എന്ന് പറയുന്ന പദ്ധതിയുടെ അൾട്ടിമേറ്റ് എയിം വളരെ മികച്ചതാണ്. ഈ സാമ്പത്തിൻ്റെ പുനർവിതരണമാണ്. അക്യുമുലേഷൻ ഓഫ് വെൽത്ത് എന്നതിനെക്കാട്ടിൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന പരിപാടി നടപ്പിലാക്കാൻ കൂടിയിട്ടാണ് ഈ അഗ്നിവീർ എന്ന് പറയുന്ന പദ്ധതി. ഇതിന് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലാതെ രാജ്യത്തിന്റെ ചെലവ് ചുരുക്കൽ മാത്രമല്ല.